ഇപ്പൊ പറയണേ, ഇപ്പൊ കൈകാലിട്ട് അടിച്ചിട്ട് കാര്യമൊന്നുമില്ല സതീശ. നേരത്തെ നോക്കണമായിരുന്നു. ഞങ്ങൾ ഒരുപാട് നിങ്ങളുടെ പുറകെ നടന്നില്ലേ, എല്ലാ പാർട്ടിയുടെയും 2 പാർട്ടിയുടെയും പുറകെ ഞങ്ങൾ നടന്നില്ലേ. ഇപ്പൊ പറയണ എന്താണ് ബി ജെ പിക്കാരായിരുന്നു? ആര് ബി ജെ പിക്കാരൻ? ഞാൻ ബി ജെ പിനെ നേരത്തെ തന്നെ, ഞാൻ ഗൾഫിലെ ജോലി ചെയ്യുമ്പോൾ എൻ്റെ കൂട്ടുകാരനോട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. എന്താണ് നിങ്ങൾ ഇത്ര ബി ജെ പിനോട് ഇത്ര വൈരാഗ്യം എന്താണ്? എടോ അവർ ചിലപ്പോൾ നമ്മളെ നശിപ്പിക്കും അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു ഞാൻ തന്നെയാണ്. പിന്നെ ഇന്നലെ ആരും പറഞ്ഞിട്ടല്ല ഞങ്ങൾ പോയി ബി ജെ പിയിൽ ചേർന്നത്. ഞങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിന്. അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവർ പറഞ്ഞിരുന്നത് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ നിങ്ങളോട് ചോദിക്കും, ഞങ്ങൾ വരും. പക്ഷെ ഇത് ചോദിക്കാതെയും പറയാതെ ഇത്ര ആൾക്കാർ ചെല്ലണമെങ്കിൽ ഞങ്ങളുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. അത് ഞങ്ങൾ ചെയ്ത്. ഞാനിപ്പോൾ ഞങ്ങൾക്ക് ഈ പ്രശ്നം വന്നപ്പോൾ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരാളുമില്ല. അപ്പം ബി ജെ പി വന്നപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ അവരോട്ട് ചേർന്ന് ഞാനിപ്പോഴാണ് മെമ്പർഷിപ്പ് എടുത്തത്. ഇന്നലെയാണ് മെമ്പർഷിപ്പ് എടുത്തേക്കണത്. വി ഡി സതീശൻ പറഞ്ഞ് പഴയ ആളാണെന്ന്. പഴയ ആളാണെന്നല്ല, ഞാൻ ഇത് 10 കൊല്ലമായിട്ട് കോൺഗ്രസ്സിലാണ് നിന്നിച്ചാൽ. ഞാൻ കുടുംബസമേതം കോൺഗ്രസ്സുകാരാണ്. ആയിരുന്നു. ഞങ്ങൾക്കൊരു പ്രശ്നം വന്നപ്പോൾ അവർ സഹായിച്ചപ്പോൾ ഞങ്ങൾ നിന്ന്. പക്ഷെ ഈ ഒരു പ്രശ്നം വന്നപ്പോൾ, ഇത് മൊത്തം ജനങ്ങളുടെ പ്രശ്നം വന്നപ്പോൾ എന്തായിട്ട് നമുക്ക് ഈ പ്രശ്നത്തിൽ ഇപ്പോൾ ബി ജെ പി ആണ് ഇവിടെ വന്നത്. അപ്പം അത് കണ്ടെന്ന് പറഞ്ഞിട്ട് അവരുടെ കൂടെ ഇനി നിൽക്കാൻ പറ്റുള്ളൂ. കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ ഹൈബീഡിനാണ് വോട്ട് ചെയ്തത്. ഹൈബീഡിനാണ് വോട്ട് ചെയ്തത്. വി ഡി സതീശനോട് പറയാനുള്ളത്, വി ഡി സതീശൻ കോൺഗ്രസ്സുകാരനാണ് കട്ടുമ്പോൾ ഞാൻ കോൺഗ്രസിന് വോട്ട് ചെയ്ത ആളാണ്. പിന്നെ വി ഡി സതീശൻ ഇങ്ങനെ പറഞ്ഞു നടക്കണമെന്ന് നമുക്ക് ഒരു ഇതുമില്ല. ഹൈബീഡിനും വി ഡി സതീശനൊക്കെ കൊള്ളക്കാരാണ് അവർ. വേറെ നിങ്ങൾ ഒരു തരത്തിലും സഹായിച്ചിട്ടില്ല? ഇല്ല. വന്നിട്ടും പറയുന്നത് 10 മിനിറ്റ് കൊണ്ട് അത് ഈരാക്കി തരാം. പക്ഷേ പോയി കഴിഞ്ഞിട്ട് വേറെ പറയണത്. മുൻകാലങ്ങളിൽ ജനിച്ച കാലം മുതൽ വീട്ടിലെല്ലാവരും ഞങ്ങൾ കോൺഗ്രസ്സുകാരായിരുന്നു. കോൺഗ്രസിനെ വോട്ട് ചെയ്തിട്ടുള്ളൂ, മാർക്സിന് ചെയ്തിട്ടില്ല. കോൺഗ്രസിന് തന്നെയാണ്. ഇപ്പം ഞങ്ങളുടെ ഈ കടപ്പടം പോകുമെന്ന് കണ്ടപ്പോൾ ഞങ്ങൾ ബി ജെ പിയിലേക്ക് ഇന്നലെ മെമ്പർഷിപ്പ് എടുത്തു. നമസ്കാരം. മുനമ്പം സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് പ്രതിഷേധ പരിപാടികൾ മുനമ്പം എന്ന് പറയുന്ന ഈ ചെറു ഗ്രാമത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നടക്കുന്നുണ്ട്. ഏകദേശം 176ഓളം ദിവസമായിട്ട്. പക്ഷേ ഇന്നലെ ഇതിൽ നിരവധി ആളുകൾ ബി ജെ പിയിൽ മെമ്പർഷിപ്പ് എടുത്ത് മുന്നോട്ട് വന്ന ഒരു സാഹചര്യം കണ്ടിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് കേരളത്തിലെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാവുമായിട്ടുള്ള വി ഡി സതീശൻ പറഞ്ഞത്, ഈ ബി ജെ പിയിൽ മെമ്പർഷിപ്പ് എടുത്ത ആളുകൾ എല്ലാവരും തന്നെ മുൻകാലങ്ങളിൽ ബി ജെ പിക്കാരായിരുന്ന ആളുകൾ തന്നെയാണ്. ഇവർ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് വന്നു എന്ന് പറയുന്നത് പച്ചക്കള്ളമാണ് എന്നുള്ള രീതിയിലേക്കുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾക്ക് ഇന്നലെ ബി ജെ പിയിൽ മെമ്പർഷിപ്പ് എടുത്ത ഇവിടെയുള്ള ചേട്ടന്മാരോട് തന്നെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന്. ഞാൻ നേരത്തെ തുടങ്ങി തന്നെ കമ്മ്യൂണിസ്റ്റുകാരനാണ്. പക്ഷേ ഇന്നലെയാണ് ബി ജെ പി. എനിക്ക് വോട്ടുണ്ടായ കാലം തുടങ്ങി കമ്മ്യൂണിസ്റ്റിനാണ് വോട്ട് ചെയ്തേക്കണം. ഇന്നലെയാണ് ബി ജെ പിക്കാരനായത്. പിന്നെ സതീശൻ പറയണത് ആരാണ് വാക്കണത്? ഇവിടെ വന്ന് 10 മിനിറ്റ് കൊണ്ട് തീർക്കാന്ന് പറഞ്ഞ പ്രശ്നമാണത്. ഒരു പട്ടിയുടെ വിലയുണ്ടായിരുന്നു അയാൾക്ക്. നാട്ടുകാർ മുഴുവൻ കാണുന്നത് അയാളെ പട്ടിയായിട്ടാണ്. അയാൾ ഈ പറയണ വാക്കുകൾ പട്ടിയോട് പറഞ്ഞ സാർ. പിന്നെ വേറൊരുത്തല്ല കൂടിക്കണവൻ. അവൻ ഞങ്ങളോട് ഈ അവിടെ ഈ വീടൻ അവൻ അവിടെ വെച്ച് അവൻ പറഞ്ഞ അവൻ്റെ തന്തയുടെ പേരും പറഞ്ഞോളാണ് അവൻ പറഞ്ഞത്. അതായത് ഞങ്ങൾക്ക് വേണ്ടി അവിടെ സപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ തന്ത എൻ്റെ വേറെ ആയിക്കോളെന്ന് പറഞ്ഞത്. അവനോട് ചോദിക്കണില്ല അത് തന്ത ആരാണെന്നൊന്നും. അവൻ തന്നെ മനസ്സിലാക്കി വെച്ചു അവൻ എന്താണ് ഈ പഞ്ച് സ്ക്വയറിൽ പറഞ്ഞെന്ന്. ഞങ്ങൾക്ക് വേറൊന്നും പറയാനില്ല. പിന്നെ അവരെന്തെങ്കിലും പറഞ്ഞോന്ന് പറയാൻ കുഴപ്പമില്ല. ഇപ്പോഴത്തെ മറ്റ് ആളുകളൊക്കെ എന്താണ് ഈ ഒരു നിങ്ങൾ ബി ജെ പിയിൽ ചേർന്നതിന് ശേഷം പറയുന്നത്? എന്താണ് അവരുടെ പ്രതികരണങ്ങൾ? എന്താണ്? ഞങ്ങള് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായി, ഞങ്ങളെ സഹായിക്കുന്ന ആരാണെങ്കിൽ ശരിയാണ് ഞങ്ങൾ അവരുടെ കൂടെക്കൊന്നു. ഞങ്ങളുടെ തന്തമാരി ഞങ്ങൾക്ക് തന്തയുള്ളതിൻ്റെ പേരിലാണ് ഞങ്ങൾ പറഞ്ഞ വാക്ക് പാലിക്കണത്. നിങ്ങൾ ഇപ്പോൾ ബി ജെ പിയിൽ ചേർന്നതിന്റെ പേരിൽ വലിയ തരത്തിൽ ഇങ്ങനെ അധിക്ഷേപിക്കുന്ന സമയത്ത് സാധാരണക്കാരായിട്ടുള്ള കേരളത്തിലെ ജനങ്ങളോട് എന്താണ് പറയുന്നത്? സാധാരണക്കാരനെ കേരളത്തിലൂടെ ജനങ്ങൾ പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൊരു വാക്ക് പറഞ്ഞാൽ നമ്മളെ സഹായിക്കണ ആരാണെന്ന് വെച്ചാൽ അയാൾക്ക് അയക്കണം. അത് നമ്മൾ ചെയ്യേണ്ടത്. നമ്മെല്ലാവരും ഇനി ചിന്തിച്ച് വോട്ട് ചെയ്യേണ്ട കാലഘട്ടം വന്നിരിക്കുന്നു. എല്ലാവരും ചിന്തിച്ച് തന്നെ വോട്ട് ചെയ്യണം. നമ്മളെ പറഞ്ഞു പറ്റിക്കുന്നവനെ നമ്മളും പറ്റിക്കണം. വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്ന ചേട്ടനടക്കമുള്ള ആളുകൾ മുൻകാലങ്ങളിലെ ബി ജെ പിയുടെ സജീവ പ്രവർത്തകർ യുവമോർച്ചയിലൊക്കെ വർക്ക് ചെയ്തിട്ടില്ലേ? പച്ചക്കള്ളമാണ് പറയണത്. ഇനിയെങ്കിലും വി ഡി സതീശൻ വിഡ്ഢിത്തരം പറയാതിരിക്കുക. കുറഞ്ഞ വർഷം ഇവിടുത്തെ വാർഡ് മെമ്പറിനോടെങ്കിലും വിളിച്ചു ചോദിക്കുക, ഇന്നലെ മെമ്പർഷിപ്പ് എടുത്ത ആൾക്കാർ കോൺഗ്രസ്സുകാരായിരുന്ന അല്ലെങ്കിൽ പഴയ ബി ജെ പിക്കാരാണെന്ന്. 1-ാം വാർഡിൽ ചുരുങ്ങിയത് ഒരു 50 വോട്ട് പോലും ബി ജെ പിക്ക് ഉണ്ടാകാറുണ്ടാവില്ല. ക്രിസ്ത്യാനികൾ ഏറ്റവും കൂടുതൽ താമസിക്കുന്ന ഒരു ഏരിയയാണ് ഈ ഭാഗം. ഇവിടെ ഉള്ള ഹിന്ദുക്കളുടെ വോട്ടുകൾ ഉണ്ടാവുള്ളവർക്ക് ബി ജെ പിക്ക് കിട്ടണമെങ്കിൽ തന്നെ ബി ജെ പിക്ക് ഇതേവരെ ഒരു 1-ാം വാർഡിൽ സ്ഥാനാർത്ഥി ഉണ്ടായിട്ടില്ല. ഇനി വരുന്ന പഞ്ചായത്ത് ഇലക്ഷൻ തുടങ്ങി ഇവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിനെ ഞങ്ങൾ ആവശ്യപ്പെടും. ബി ജെ പി സ്ഥാനാർത്ഥിനെ നിർത്തും. ഞങ്ങളിൽ ഒരാൾ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് ഇവിടെ മത്സരിക്കുകയും ചെയ്യും. സതീശൻ ചേട്ടൻ ഇനിയെങ്കിലും ഇങ്ങനത്തെ വിഡ്ഢിത്തരം പറയാതിരിക്കുക. അതുമാത്രം പറയാനുള്ളൂ. അപ്പോൾ ഈ പുള്ളി വിഡ്ഢിത്തം പറയുന്നതാണോ അല്ലെങ്കിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നതാണോ? പ്രതിപക്ഷ നേതാവാണ്.
പുള്ളി വിഡ്ഢിത്തരം പറയണല്ല, വിഡ്ഢിയാകണേണ്, താനെ വിഡ്ഢിയാകണേണ്, മറ്റുള്ളവരെ കൂടി വിഡ്ഢിയാക്കണ ഇത് പറഞ്ഞുകൊണ്ട്. പുള്ളിക്ക് നല്ല ബോധ്യമുണ്ട് ആരാണ് ഇന്നലെ BJP-യിലേക്ക് ചേർന്നതെന്നൊക്കെ പൂർണ്ണ ബോധ്യമുണ്ട്. മറ്റുള്ളവരെ ഒരു നുണ 10 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ 100 പേര് കേട്ടല്ല 1000 പേർക്ക് പിന്നെ അത് സത്യമായി മാറുമല്ല. ആ രീതിയാണ് പുള്ളി അവലംബിക്കുന്നത്. വി.ഡി. സതീശൻ ഇനി നിങ്ങൾ അടുത്ത് വന്നു കഴിഞ്ഞാൽ വോട്ട് ചോദിക്കാനോ മറ്റു കാര്യത്തിന് വന്നു കഴിഞ്ഞാൽ ഏത് തരത്തിലായിരിക്കും പ്രതികരിക്കുക? ഞങ്ങളുടെ പ്രതികരണം പറയാൻ പറ്റൂല. കിടപ്പാടം നഷ്ടപ്പെട്ടവന് തിരിച്ചു കിട്ടാൻ ഒരു വഴിയൊരുക്കിയ BJP സർക്കാർ നരേന്ദ്രമോദിയാണ്. അവർക്ക് വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും അത് ചെയ്യും. വി.ഡി. സതീശനെ വന്നാൽ ഓടിക്കും ഞങ്ങൾ ഇവിടുന്ന്. ഞങ്ങൾ കിടപ്പാടം നഷ്ടപ്പെടുന്നിടത്ത് ഞങ്ങൾ സഹായിച്ച നരേന്ദ്രമോദി സർക്കാരാണ്. അവരോട് ഞങ്ങൾ കടമയുണ്ട്, നന്ദിയുണ്ട്. മരണം വരെയും ഇനി BJP-ക്ക് മാത്രം വോട്ട് ചെയ്യുള്ളൂ. ഹൈബീഡിനോട് എന്താ പറയുന്നത്? ഹൈബീഡിനോടൊക്കെ എന്ത് പറയാനാണ്? ഇവിടെ വന്ന് പറയണത് വേറെ, പാർലമെന്റ് ചെല്ലുമ്പോൾ വേറെ. വി.ഡി. സതീശൻ വന്നപ്പോൾ പറഞ്ഞ് പാർലമെന്റിലൊന്നും നടക്കൂലെന്ന് പറഞ്ഞ്. അതിന് മുന്നേ വന്ന് നമ്മുടെ ഹൈബീഡൻ ഇവിടെ പറഞ്ഞുകൊണ്ട് പോയത്, ഈ പള്ളിയുടെ ഹാളിലിരുന്ന് പറഞ്ഞുകൊണ്ട് പോയത്, ഞാൻ പാർലമെന്റിൽ MP ആയി കഴിയുമ്പോൾ ഇതെല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. 3 മാസം കഴിഞ്ഞപ്പോൾ സതീശൻ വന്നുകൊണ്ട് അപ്പുറം ഒരു പറമ്പിൽ വന്ന് പറഞ്ഞത് എന്താണ്, പാർലമെന്റിലൊന്നും നടക്കൂല, ഞങ്ങൾ 1.5 കൊല്ലം കഴിയുമ്പോൾ ഞങ്ങളെ സർക്കാർ കയറും, അപ്പം ഞങ്ങൾ ശരിയാക്കി തരാമെന്ന്. ഇവർ പറയണത് തന്നെ സത്യമല്ല, നുണകളാണ്. രണ്ടുപേരും പറഞ്ഞ നുണകളാണ്. ഞങ്ങൾക്കത് മനസ്സിലായി. ഞങ്ങൾക്ക് രാഷ്ട്രീയം എന്താണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ഇടതിൻ്റെയും വലതിൻ്റെ രാഷ്ട്രീയം ഞങ്ങൾക്ക് മനസ്സിലായി. ഇനിയുള്ള കാലം മുഴുവൻ BJP-ക്ക് മാത്രമേ വോട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഈ വി.ഡി. സതീശനെ പോലുള്ള ആളുകൾ ഇതുപോലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ, ചേട്ടൻ്റെ കുടുംബക്കാരടക്കമുള്ള ആളുകൾ ഈ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം നിരന്തരമായിട്ട് വോട്ട് ചെയ്യുന്ന ആളുകളാണ്. അവരുടെ മാനസികാവസ്ഥ എന്താണ്? അവർക്ക് നല്ല വിഷമമുണ്ട്. ഞങ്ങളുടെ അമ്മയൊക്കെ എന്ന് പറഞ്ഞാൽ വോട്ടുള്ള കാലം മുതൽ തന്നെ കോൺഗ്രസ്സുകാരായിരുന്നു. അപ്പനും അതെ, അപ്പം മരിച്ചതാണ്. അവർക്കൊക്കെ ഇത് കേൾക്കുമ്പോൾ അറിഞ്ഞപ്പോൾ ഉള്ള വിഷമങ്ങൾ വേറെയാണ്. ഇനി ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് കൈപ്പത്തിക്ക് വോട്ടുണ്ടാവില്ല, ഉറപ്പാണ്. ഇപ്പൊ ഇവിടെ BJP-ക്ക് സ്ഥാനാർത്ഥി ഇല്ലാത്തൊരു സ്ഥലമായിരുന്നല്ലോ. ഈ സ്ഥലത്ത് ഇനി പുതുതായിട്ട് BJP-യുടെ സ്ഥാനാർത്ഥി വരുമ്പോൾ അതൊരു വിജയത്തിലേക്കുള്ള കാര്യം തന്നെയായിരിക്കും. വിജയിപ്പിക്കാൻ ഞങ്ങൾ പരമാവധി ശ്രമിക്കും. BJP-ക്ക് ഒരു സ്ഥാനാർത്ഥിയെ ഇവിടെ നിർത്തുവാനോ അതിന് വിജയിപ്പിച്ചെടുക്കുവാനോ ഞങ്ങൾ പരമാവധി ശ്രമിക്കും. ഇപ്പൊ BJP-ക്ക് അഗേൻസ്റ്റ് ആയിട്ടുള്ള ആളുകളാണോ അനുകൂലമായിട്ടുള്ള ആളുകളാണോ ഏറ്റവും കൂടുതൽ ഈ മുൻപത്തുള്ളത്? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ BJP-ക്ക് അനുകൂലമായി വോട്ട് കിട്ടാൻ നല്ലൊരു സാഹചര്യമാണ്. അത് ഈ മുനമ്പം വിഷയം തന്നെയാണ്. മുനമ്പം വിഷയമാണ്. മാറി ചിന്തിക്കാൻ കാരണമായത് മുനമ്പം വിഷയം തന്നെയാണ്. ഇപ്പൊ ഇനി സുരേഷ് ഗോപിയൊക്കെ ഇനി ഇങ്ങോട്ട് വരുമ്പോൾ ഏത് തരത്തിലായിരിക്കും സ്വീകരിക്കുക? ഞങ്ങൾ എങ്ങനെ സ്വീകരിക്കണമെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. സുരേഷ് ഗോപി പറയുന്ന വാക്കുകൾ കേട്ടാൽ തന്നെ ഞങ്ങൾക്ക് സങ്കടം വന്നു. ആ ആത്മാർത്ഥത പുള്ളിക്ക്. തൃശ്ശൂർ MP ആയി നിന്നിട്ട് ഞങ്ങൾക്ക് വേണ്ടി ഇത്രയേറെ സംസാരിച്ചില്ലേ, അത് കേൾക്കുമ്പോൾ തന്നെ ഞങ്ങൾ കണ്ണു നിറഞ്ഞു പോണേണ്. പക്ഷേ ഈ ഹൈബീഡിനൊക്കെ പാർലമെന്റിൽ സംസാരിച്ച രീതി നിങ്ങൾ കേട്ടിരുന്നില്ലേ? കണ്ടിരുന്നു. ഞങ്ങൾക്ക് അവിടെ നിന്നല്ലേ സംസാരിക്കും. ഇവിടെ നിന്നാണ് സംസാരിക്കാൻ ഞങ്ങൾ അതിനുള്ള മറുപടി കൊടുത്തേനെ. അവിടെ നിന്ന് എന്തുവേണം സംസാരിക്കാമല്ല. ഇവിടെ വന്നാണ് ഈ പറയുന്നതെങ്കിൽ ഞങ്ങൾ അതിനുള്ള ചുട്ട മറുപടി കൊടുക്കും. ഇടതുപക്ഷത്തിന്റെ ആളുകളോട് എന്താ പറയാനുള്ളത് ഈ സമയത്ത്? അവരോട് എന്ത് പറയാനാണ്? അവരാണ് ഇതിന് ഇത്രയും അവസരം BJP-ക്ക് ഉണ്ടാക്കി കൊടുത്തതെന്ന് ഞാൻ പറയുള്ളൂ. ഈ പള്ളിമുറ്റത്തേക്ക് ഇപ്പോഴും തിരിഞ്ഞു നോക്കാതെ വന്നതിന്റെ പേരിലാണ് ഇത്രയും പേര്, ഒരുപാട് സഖാക്കൾ തന്നെ BJP-യിലേക്ക് ചേരാൻ ഇനി ആഗ്രഹിക്കുന്നത്. ഇപ്പോ നിങ്ങളൊന്നും ആദ്യ കാലഘട്ടങ്ങളിൽ തന്നെ BJP-ക്കാരായിരുന്നു എന്നുള്ളൊരു ആരോപണമാണ് കോൺഗ്രസിന്റെ നേതാവ് വി.ഡി. സതീശൻ പറയുന്നത്. എന്താണ്? 55 കൊല്ലത്തിന് മുമ്പ് വരെക്കും ഞങ്ങൾ കോൺഗ്രസ്സുകാരായിരുന്നു. ഇപ്പോൾ അവരുടെ തെറ്റ് ഞങ്ങൾ മനസ്സിലാക്കി ഞങ്ങൾ BJP-യിലേക്ക് തിരിക്കും. അപ്പോൾ ഈ വി.ഡി. സതീശനോട് എന്താണ് പറയാനുള്ളത്? വി.ഡി. സതീശനായിട്ട് പറയേണ്ട ആവശ്യമില്ല. ഈ ഹൈബീഡിനോടും എല്ലാവരോടും ഞങ്ങൾക്ക് ഇപ്പോൾ പറ്റില്ലാതെയായി. വളരെ നിങ്ങളെ ഇത് ജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഒരു പ്രസ്താവനയായിരുന്നു. ആയിരുന്നു.